BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കാസർഗോഡ് നിന്ന് ഇന്ന് തുടങ്ങും. BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദയാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്യുക. കാസർഗോഡ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്ന് B വിനീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പദയാത്ര എത്തിച്ചേരും. ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും 10 കിലോമീറ്ററോളം കാൽനടയായി കെ സുരേന്ദ്രൻ സഞ്ചരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് ഇതിലൂടെ BJP ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പാലക്കാടാണ് സമാപിക്കുക. ഓരോ മണ്ഡലങ്ങളിലും BJPയുടെ മുതിർന്ന നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ പദയാത്രയുടെ ഭാഗമാകുമെന്നുള്ളതാണ് BJP അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പദയാത്രയുടെ ഭാഗമാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണ പരിപാടി തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിനീഷ് ഉണ്ട് മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നും. വിനീഷ, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക? മറ്റു വിശദാംശങ്ങൾ വിഷ്ണു, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാസർഗോഡ് സിദ്ധിവിനായക വിഘ്നേശ്വര ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ ആദ്യ ദർശനം നടത്തിയതാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി കെ സുരേന്ദ്രന്റെ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കാസർഗോഡ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്താകമനം വലിയ മുന്നേറ്റം സൃഷ്ടിക്കുക എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനം നടക്കുന്നത്, പദയാത്ര നടക്കുന്നത്. ഇന്നാണ് അതിന്റെ ഔദ്യോഗികമായ തുടക്കം ഉണ്ടാവുക. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇവിടെ മധൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതിന് ശേഷമായിരിക്കും മറ്റ് ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. ഇന്ന് വൈകുന്നേരം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ നിലവിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് പരിപാടി ഇന്ന് വൈകുന്നേരം ഈ പരിപാടിയുടെ പദയാത്രയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ദേശീയ നിർവാഹക സമിതി ബീഹാറിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിലാണ് BJP ദേശീയ അധ്യക്ഷന് സംസ്ഥാനത്തേക്ക് എത്താൻ കഴിയാത്തത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് BJP സംസ്ഥാന ഘടകവും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഗോവ മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രമോദ് സാവന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഔദ്യോഗികമായ തുടക്കം വൈകുന്നേരം 3 മണിയോട് കൂടിയാണ് ആരംഭിക്കുക. അതിനു മുന്നോടിയായാണ് ഇപ്പോൾ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിലെത്തി നിലവിൽ കെ സുരേന്ദ്രൻ ദർശനം നടത്തുന്നത്. രാവിലെ തന്നെ ദർശനം നടത്തി പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് സംസ്ഥാനത്ത് തുടക്കം കുറിക്കുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ കേരളം മോദിക്കൊപ്പം, ഒപ്പം തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ പദയാത്ര സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നടക്കാൻ പോകുന്നത്. വിനീഷ്, ഒപ്പം മറ്റൊരു കാര്യം കൂടി, യാത്രയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? കാരണം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് പാലക്കാടാണ് യാത്ര അവസാനിക്കുന്നത്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും എത്തിച്ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ യാത്രയുടെ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്? വിഷ്ണു, നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഷെഡ്യൂളുകളിൽ ചില തോതിൽ മാറ്റം വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ആണ് പര്യടനത്തിന് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം നാളെ കണ്ണൂർ ജില്ലയിലേക്ക് യാത്ര എത്തും. കണ്ണൂരിൽ പരിപാടി നടക്കുക 29-നാണ്. അതിനുശേഷം വയനാടാണ് ഈ പര്യടനം നടക്കുക, സുരേന്ദ്രന്റെ പദയാത്ര നടക്കുക. ഒപ്പം തന്നെ തുടർന്ന് വടകരയിൽ, അതിനുശേഷം
ഫെബ്രുവരി 3-ാം തീയതി ആറ്റിങ്ങൽ പാർലമെന്റിലാണ് പദയാത്ര. അതിനുശേഷം വരുന്നത് പത്തനംതിട്ടയിലാണ് 5-ാം തീയതി പത്തനംതിട്ടയിൽ, കൊല്ലത്ത് ഫെബ്രുവരി 6-ാം തീയതിയും, മാവേലിക്കരയിൽ ഫെബ്രുവരി 7-ാം തീയതിയും, കോട്ടയം ഫെബ്രുവരി 9-ാം തീയതി, ആലപ്പുഴ ജില്ലയിൽ 10-ാം തീയതി, തിരുവനന്തപുരം ജില്ലയിൽ 12-ാം തീയതി, ഇടുക്കിയിൽ ഫെബ്രുവരി 14-ന്, ചാലക്കുടിയിൽ ഫെബ്രുവരി 15-ന്, മലപ്പുറത്ത് ഫെബ്രുവരി 19, കോഴിക്കോട് ഫെബ്രുവരി 20, ആലത്തൂരിൽ ഫെബ്രുവരി 21, പൊന്നാനിയിൽ ഫെബ്രുവരി 23, എറണാകുളം ഫെബ്രുവരി 24, തൃശൂരിൽ ഫെബ്രുവരി 26, പാലക്കാട് ഫെബ്രുവരി 27 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പര്യടനം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിൽ മാറ്റം വന്നേക്കാമെന്ന വിവരങ്ങളും BJP സംസ്ഥാന നേതൃത്വം നൽകുന്നുണ്ട്. നിലവിൽ ഇന്ന് ഔദ്യോഗികമായി തന്നെ പദയാത്രയ്ക്ക് തുടക്കം കുറിക്കും കാസർഗോഡ് നിന്ന്. വിഷ്ണു. BJPയുടെ കേരള പദയാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. കെ സുരേന്ദ്രനാണ് യാത്ര നയിക്കുന്നത്. കാസർഗോഡ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എത്തും എന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കാരണമാണ് അദ്ദേഹം എത്താത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീഷ്, ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ യാത്ര ആരംഭിക്കുന്ന വേളയിൽ ചില കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേരും എന്ന വാർത്തയും ലഭ്യമാകുന്നുണ്ട്. ഓരോ ദിവസങ്ങളിലും BJPയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുന്ന ഒരു സാഹചര്യവും ഈ ഘട്ടത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. വിഷ്ണു, നിലവിലെ സാഹചര്യത്തിൽ BJP സംസ്ഥാന നേതൃത്വം ഈ പദയാത്ര നടക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലാകമാനം രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃത്യമായ തട്ടകങ്ങൾ BJP ഉയർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദയാത്രയിൽ BJP രാഷ്ട്രീയമായി ലക്ഷ്യം വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് മറ്റു ഇതര പാർട്ടികളിൽ നിന്ന് ഉന്നത നേതാക്കളെ BJPയുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ പ്രവർത്തനം BJP നേതാക്കൾ നടത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ചില കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും ഒപ്പം തന്നെ CPM-ൽ നിന്നടക്കം നേതാക്കൾ ഈ BJPയുടെ ഭാഗമാകാൻ, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഭാഗമാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾക്ക് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം തുടക്കം കുറിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJP 2024 മുന്നോടിയായുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന് തന്നെയാണ് നമുക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര നടത്തുന്നത്. ആ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പദയാത്ര നടത്തുന്നതോടുകൂടി സംഘടനാ തലത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുക എന്ന ഒരു നിലപാട് തന്നെയാണ് BJP നേതൃത്വം കൈക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് ബൂത്ത് തല പ്രവർത്തനങ്ങൾ, മണ്ഡലതല പ്രവർത്തനങ്ങൾ, ഏരിയ തല പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ സജീവമാക്കിക്കൊണ്ട് പാർട്ടിയെ ഉണർത്തുക എന്ന ലക്ഷ്യം BJPയുടെ ഈ ഒരു പദയാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറുകൾ അല്ലെങ്കിൽ ഈ ഒരു സമയം രാഷ്ട്രീയമായി BJP ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് യാത്ര ഉദ്ഘാടനം ചെയ്യുക. കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും യാത്ര എത്തിച്ചേരുകയും ചെയ്യും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പദയാത്ര നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കുള്ള തുടക്കം കൂടിയാണ് ഈ പദയാത്രയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.